കുട്ടികൾ മാതാപിതാക്കളെ അനുസരിച്ച ആവശ്യകതയെക്കുറിച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ പോവുകയാണ്. ബാല്യത്തിൽ കുഞ്ഞുങ്ങളെ ആത്മീയ അന്തരീക്ഷത്തിലേക്ക്, ആത്മീയ ആലയത്തിലേക്കും സൺഡേ സ്കൂളിലേക്കും കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം. മാതാപിതാക്കളായിരിക്കണം. കുഞ്ഞുനാൾ മുതൽ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിലെ ദൈവത്തെ അറിയുമ്പോൾ, ആദ്യമായി വളരുമ്പോൾ അവർ സർവ്വതിലും അനുസരിക്കുവാനായിട്ട് പഠിക്കും. വേദപുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തു മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്ന് 12-ാമത്തെ വയസ്സിൽ അവൻ യെരുശലേം ദൈവാലയത്തിൽ പൈശന്മാരോട് മഹാപുരോഹിതരുടെ നടുവിലിരുന്ന് അവരുമായി വാദിച്ച് കൊണ്ടിരിക്കുന്നതാണ് മാതാപിതാക്കൾ കാണുന്നത്. മാതാപിതാക്കൾ അന്വേഷിച്ച് കടന്നു ചെന്നപ്പോൾ അവർ ദൈവാലയത്തിൻ്റെ നടുവിൽ യേശുക്രിസ്തു ഇരിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനോട് നീ എന്താണ് മകനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ പിതാവിൻ്റെ ആലയത്തിൽ ഞാൻ വസിക്കേണ്ടതല്ലോ എന്ന് പറഞ്ഞ് അവർ ആ മാതാപിതാക്കളുടെ കുഞ്ഞ് ഭവനത്തിലേക്ക് വന്ന് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുകയും മനുഷ്യരുടെ കൃപയാലും ദൈവത്തിൻ്റെ കൃപയാലും അവൻ വളർന്നു വന്നു. മാതാപിതാക്കളെ കുഞ്ഞുങ്ങൾ അനുസരിക്കുവാൻ അവർക്ക് വേണ്ടതായിരിക്കുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്ത് അവരുടെ ഓരോ ഘട്ടത്തിലും അവരെ നന്നായി ശ്രദ്ധിച്ച് അവരെ വളർത്തിക്കൊണ്ടുവന്ന് നമ്മുടേതായ ആ അന്തരീക്ഷത്തിലൂടെ മാതാപിതാക്കളുമായുള്ള ആ ബന്ധത്തിൽ അവരെ വളർത്തി അവരെ വലുതാക്കി ആ പ്രായമാകുന്നവരും അതിനുശേഷവും ഒരു കടമയും കടപ്പാടും ഉണ്ട് മാതാപിതാക്കൾക്കെന്നുള്ള കാര്യം മറന്നു പോകരുത്. ശിശുക്കൾ ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും അനുസരണത്തിലൂടെ വളർന്നു വരുമ്പോൾ അവർ ദൈവത്തെ അനുസരിക്കും. സമൂഹത്തിനും ഭവനത്തിനും നമുക്കെല്ലാവർക്കും ആ കുഞ്ഞുങ്ങൾ കൊള്ളാവുന്നതായി മാറുമെന്ന് ഈ സമയം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ സംസാരിക്കുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ.